VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ബേപ്പൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും എത്രത്തോളം കളർഫുൾ ആയിരുന്നു കൊട്ടിക്കലാശം? മാധു, ഞാൻ നിൽക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിലാണ്. ബേപ്പൂർ ഉൾപ്പെടെ വടക്കൻ കേരളത്തിലെ 60 നിയോജക മണ്ഡലങ്ങളിലും വലിയ ആവേശത്തോടു കൂടിയുള്ള കലാശക്കൊട്ടിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോഴും ഈ മണ്ഡലത്തിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇതിന്റെ ഒരു ആവേശവും ആത്മവിശ്വാസവും കാണാമായിരുന്നു. തുടർഭരണമാണോ അല്ലെങ്കിൽ ഭരണമാറ്റമാണോ എന്ന് നിശ്ചയിക്കുന്ന മണ്ഡലങ്ങളാണ് കോഴിക്കോട് വടക്കൻ കേരളത്തിലുള്ളത്. ആ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ അത്യാവേശപൂർവമായ കലാശക്കൊട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു. പാലക്കാടും മഞ്ചേശ്വരവും കാസർഗോഡും പോലുള്ള മണ്ഡലങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള കണ്ണൂരിലെ മണ്ഡലങ്ങളും ഒക്കെയുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, എത്രത്തോളം ആത്മവിശ്വാസം ഈ കലാശക്കൊട്ട് നൽകുന്നുണ്ട്? കലാശക്കൊട്ട് വലിയ ആവേശം. തുടക്കം മുതൽ അവസാനം വരെ ട്രെൻഡ് ഉണ്ട്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച 15-ാം തീയതി ആയിരക്കണക്കിന് ചുമരാണ് ഇവിടെയുള്ള വോട്ടർമാർ തന്നെ കൂട്ടായ്മയോടെ എഴുതി ബോർഡ് വെച്ച് എല്ലാം വന്നത്. ബേപ്പൂരിൽ ആത്മവിശ്വാസം സംസ്ഥാനത്ത് മൊത്തത്തിലുണ്ടോ? ഇടതുമുന്നണി മൊത്തമുള്ള ട്രെൻഡായിട്ട് അത് കാണുന്നത്. അതെ, 100ലധികം സീറ്റ് എന്തായാലും കിട്ടും. ഇവിടെ 82,000 എന്ന റെക്കോർഡ് വോട്ട് കഴിഞ്ഞവണ കിട്ടി. അതിനെ മറികടന്ന് മികച്ച വിജയം നേടും. ഇതാണ് ഇടതുമുന്നണിയുടെ വലിയ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോ സിനോജ് തോമസും കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. സിനോജ്, ഇടയ്ക്ക് എവിടെയോ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? നേരിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം. തീർച്ചയായിട്ടും അത് ബേപ്പൂർ മണ്ഡലത്തിലെ ചാലയത്താണ് ആ ചെറിയൊരു കശപിശയുണ്ടായത്. ഏതായാലും നേതാക്കളും പോലീസൊക്കെ ഇടപെട്ട് അത് ശാന്തമാക്കി കടത്തിവിട്ടു. PV അൻവറിന്റെ UDFന്റെ വാഹന പ്രചാരണ ജാഥ വരുന്ന ഘട്ടത്തിൽ ചാലിയത്ത് LDF പ്രവർത്തകരുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അവർ റോഡിന്റെ നടുവിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ PV അൻവറിന്റെ റോഡ് ഷോയ്ക്ക് കടന്നു പോകാൻ സാധിച്ചില്ല. പ്രകോപനപരമായ ബാനറുകളൊക്കെ തന്നെ അവിടെ ഉയർത്തിയിരുന്നു. PV അൻവർ നേരത്തെ പറഞ്ഞ വാചകങ്ങളൊക്കെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒപ്പം തന്നെ കോൺഗ്രസ് വയനാട്ടിൽ നിർമ്മിക്കാമെന്ന് പറഞ്ഞ വീടിന്റെ വിവാദങ്ങൾ ഇറങ്ങിയ വാക്കുകളൊക്കെ അടങ്ങിയ ബാനറുകളാണ് അവിടെ ഉയർത്തിയിരുന്നത്. ചില LDF പ്രവർത്തകർ UDF പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി. ഏതായാലും ഒരു 10 മിനിറ്റ് നേരം അവിടെ ഉന്തും തള്ളും വാക്കേറ്റമുണ്ടായി. പോലീസും നേതാക്കളൊക്കെ ഇടപെട്ടാണ് അവിടുന്ന് ശാന്തമായി അവരെ കടത്തിവിട്ടിരിക്കുന്നത്. ഏതായാലും അതിൽ അത്തരത്തിലൊരു സംഘർഷം മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്നാണ് PV അൻവർ പറയുന്നത്. കാരണം സ്ത്രീകളെ ഒക്കെ തന്നെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി വീട്ടിലിരുത്താനുള്ള ഇടതുപക്ഷം തന്ത്രമായിട്ടാണ് UDFും PV അൻവറും അതിനെ വിലയിരുത്തുന്നത്. ഏതായാലും സമാധാനപരമായിട്ട് തന്നെ കൊട്ടിക്കലാശം നടന്നു. കോഴിക്കോട് ഫറോക്കിലായിരുന്നു UDFന്റെയും BJPയുടെയും കൊട്ടിക്കലാശം നടന്നത്. ഏതായാലും 3 മുന്നണികളും വലിയ ആവേശത്തോടെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശം പൂർത്തീകരിച്ചിരിക്കുന്നത്. നാളെ നിശബ്ദ പ്രചരണം, പരമാവധി വീടുകളും വ്യക്തികളെയും കണ്ട് വോട്ട് ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും നാളെ. വിവരങ്ങൾ നൽകിയത് ബേപ്പൂരിൽ തന്നെ. ഇടയ്ക്ക് അവിടെ ഈ പറയുന്നത് പോലെ നേരിയ തോതിലുള്ള ഒരു അസ്വാരസ്യം ഉണ്ടായി. വലിയ പ്രശ്നങ്ങളിലേക്ക് പോയില്ല.